അസ്സലാമുഅലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാ കൂട്ടുകാർക്കും ZX വേർഡിൻ്റെ ഹാപ്പി ഓണം. നമുക്ക് ഓണമൊക്കെ അടുത്ത് വരുവാണല്ലോ, അപ്പം നമുക്ക് ഓണത്തിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന കിഡിലൻ സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണെന്ന് ഞാൻ വന്നിട്ടുള്ളത്. വെണ്ടക്ക വെച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത് കേട്ടോ. വേറെ വെജിറ്റബിൾസ് ഒന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ തേങ്ങ വറുത്തെടുക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം. 1/2 കപ്പ് അളവിൽ തേങ്ങ ചിരകിയത്, ഒരു ചെറിയ പീസ് കായം, 1 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവ, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു 3-4 അല്ലി, ചെറിയ അല്ലി ആയതുകൊണ്ട് 4 ഞാൻ എടുത്തത്, ഒരു 3 അല്ലി വെളുത്തുള്ളി, ഒരു 5-6 കൊച്ചുള്ളി, 6 വറ്റൽമുളക്, അതുപോലെ 2 തണ്ട് കറിവേപ്പില. ഇനി ഇതിലേക്ക് സ്പൈസസ്. കുരുമുളക് പൊടിക്കാത്തതാണെങ്കിൽ 1 ടീസ്പൂൺ കുരുമുളക് ഇതിന്റെ കൂടെ നമുക്ക് ചേർത്ത് കൊടുത്ത് വരട്ടെടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം. ഒരു 10 വെണ്ടക്ക കുറച്ച് വലുതാക്കിയിട്ട് കട്ട് ചെയ്തത്, ഒരു ചെറിയ സവാള, ഒരു പച്ചമുളക്, ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളി വെള്ളത്തിലിട്ടാണിത്, ഒരു 1/2 കപ്പ് കഴുകി വെച്ച പരിപ്പാണിത്. ഇനി നമുക്ക് ഈ പരിപ്പൊന്ന് ആദ്യം തന്നെ വേവിച്ചെടുക്കണം. അതിലേക്ക് കുറച്ച് വെള്ളവും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിന്റെ കൂടെ ആഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വറുത്തെടുക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വറുത്തെടുക്കാം. അതിനായിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്തെടുക്കാം. നന്നായിട്ട് വറുത്തെടുക്കണം. ചെറിയ സിമ്മിലിട്ടിട്ടതാണ് കേട്ടോ അത് വറുത്തെടുക്കാനായിട്ട്. കുരുമുളക് പൊടിക്കാത്ത കുരുമുളക് ഉണ്ടെങ്കിൽ അതാണ് ഇതിലേക്ക് ചേർത്തെടുത്താൽ ഒന്നുകൂടെ ടേസ്റ്റ് കിട്ടും. ആ പൊടിക്കാത്ത കുരുമുളക് ഇതിന്റെ കൂടെ തന്നെ ആഡ് ചെയ്യണേ. പൊടിച്ചതായതുകൊണ്ട് പിന്നെ ഞാനത് ലാസ്റ്റ് ചേർക്കാൻ വിചാരിച്ചു. തേങ്ങക്കെല്ലാം വറവായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി. ഇനി ഇതിന്റെ റോസ് സ്മെൽ മാറുന്നത് വരെ നമുക്കൊന്ന് കറ്റി കൊടുക്കാം. ഏകദേശം ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് തണുത്തതിന് ശേഷം നമുക്ക് നല്ല പേസ്റ്റ് ആക്കിയിട്ട് തന്നെ നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം. ഇനി നമുക്ക് ആ വെണ്ടക്ക ഒന്ന് വഴച്ചെടുക്കാം. വെണ്ടക്കയും സവാളയും നന്നായിട്ട് കുറേശ്ശെ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇതേ പാനിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിലേക്ക് വെണ്ടക്ക ആഡ് ചെയ്തെടുക്കാം. കുറേശ്ശെ ഉപ്പ് കൂടാതെ കല്ലുപ്പാണ് ഇട്ടത്. കല്ലുപ്പാണ് ഇട്ടത്. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള സവാള ഇതിലൂടെ നന്നായിട്ടൊന്ന് ഒരു സമയമൊന്ന് വഴറ്റും. ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. പരിപ്പ് ഇവിടെ
നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വഴറ്റിയെടുത്ത് വെച്ചിട്ടുള്ള വെണ്ടയ്ക്കയും സവാളയും കൂട്ടതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന്റെ കൂടെ ഒരു തക്കാളിയും കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. ഞാനത് ചേർത്ത് കൊടുത്തിട്ടില്ല, നിങ്ങൾക്ക് വേണേൽ ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മൂടി വെച്ചതിന് ശേഷം നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇളക്കിയതിന് ശേഷം 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. കറി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്കൊന്ന് താളിച്ചെടുക്കാം. പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക്, അതുപോലെ 1/2 ടീസ്പൂൺ ഉലുവ, കുറച്ച് കറിവേപ്പിലയും കുറച്ച് വറ്റൽമുളകും കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം തീ ഓഫ് ചെയ്യാം. വറ്റൽമുളക് പെട്ടെന്ന് കരിയുന്നത് കൊണ്ട് ലാസ്റ്റാണ് ചേർത്ത് കൊടുത്തത്. ഇനി നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് കറിയിലോട്ട് ഒഴിച്ചെടുക്കാം. നമ്മുടെ കിടിലൻ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റൊക്കെ ഒന്ന് അറിയിക്കുക, സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. കൂടെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ആക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കാവുന്നതാണ്. ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.